ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. സോ ഞാൻ എക്സ്പെക്ട് ചെയ്തെടുത്ത് മാർക്കറ്റ് ഏകദേശം എത്താറായിട്ടുണ്ട്. ഇവിടെ ഞാൻ നോക്കിയാൽ കാണാം, ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്തൊരു റെഡ് ക്യാൻഡിലാണ് വരുന്നത്. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഡേയ്സിൽ ബ്രേക്ക് ചെയ്ത് പോയില്ല എന്നാണ്. സോ ഒരു 94, 95 ഈ EMA സപ്പോർട്ടിൻ്റെ അടുത്തും VWAP-ൻ്റെ അടുത്തായിട്ട് കിട്ടുകയാണെങ്കിൽ ഒരു ലോട്ട് പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ലോട്ട് കൂടുതൽ ചെയ്യാത്തത് കാരണം എനിക്ക് അത്ര കോൺഫിഡൻ്റ് അല്ല ഈ ട്രേഡിൽ. സോ ജസ്റ്റ് ഒരു ട്രൈ എന്നേ പറയാൻ പറ്റൂ. മാർക്കറ്റ് ചിലപ്പോൾ ഡേയ്സ് ലെവൽ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് പോവാം. ഇനി അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകാനും സാധ്യതയുണ്ട്. സോ എന്തായാലും നമുക്ക് പ്ലാൻ അനുസരിച്ച് ഒരു ലോട്ട് സെല് ചെയ്യാം. ഓക്കെ, അത് ക്യൂട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. പൊസിഷൻസ് അത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. 112-ലാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് 113 കൊടുക്കാം. ആൻഡ് 120 ലിമിറ്റ് പ്രൈസ് കൊടുക്കാം. കുറച്ച് ലിമിറ്റ് പ്രൈസ് വെക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇടുന്നത് എപ്പോഴും നല്ലതാണ്. സോ വലിയൊരു മൂവ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ സ്കിപ്പായി പോകാതിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാതെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. സോ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ വെയിറ്റ് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഇന്ന് ലോസ് ബുക്ക് ചെയ്യേണ്ടി വരുമെന്നാണ്. സപ്പോർട്ട് എടുക്കുന്ന ഒരു ഇത് കാണിക്കുന്നില്ല. സപ്പോർട്ട് മാർക്കറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം സപ്പോർട്ട് എടുക്കുന്ന സയൻസ് കാണിക്കുന്നുണ്ട്. നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇവിടെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിഫ്റ്റിയും സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്തുന്നവരെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടാർഗറ്റ് എത്തുന്നവരെ വെയിറ്റ് ചെയ്യാം. ടാർഗറ്റ് എത്തുവാണെങ്കിൽ ഞാൻ ഇതിൽ ഇന്ന് 1:2 ആണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് ഇതുവരെ 60 പോയിന്റ്സിലാണ് എൻ്റെ ടാർഗറ്റ് വരുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. കാരണം നാളെ എക്സ്പയറി ആണ്. മാർക്കറ്റ് ഈ ലോക്ക് മുകളിൽ, അതായത് ഡേ ബിഫോർ യെസ്റ്റർഡേ ക്രിയേറ്റ് ചെയ്ത ലോക്ക് മുകളിൽ ക്ലോസ് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല ഷാർപ്പ് ഫോളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയൊരു പ്രോഫിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, ഒരു 4-3 പോയിന്റ്സ്. മാർക്കറ്റ് കണ്ടിന്യൂസ്ലി താഴോട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ ഓപ്ഷൻ പ്രീമിയം മുകളിലോട്ട് കയറുന്നില്ല, വിച്ച് മീൻസ് സെല്ലേഴ്സ് അവൈലബിൾ ആണ് ഓപ്ഷൻസിൽ. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്തായി ട്രെയിനിന് സംഭവിക്കുന്നതെന്ന്. ഓക്കെ. ഓക്കെ, സ്പോട്ട് ചാർട്ട് നോക്കിയാൽ കാണാം. സ്പോട്ട് ചാർട്ട് ഡേയ്സ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓപ്ഷൻ ചാർട്ടിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ അടുത്തെത്തിയില്ല. ഒരു 3 പോയിന്റ് ലോസ് ആയി കാണിക്കുന്നുണ്ട്. സോ ഇവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് സ്പോട്ട് ചാർട്ടിൽ ഗ്രീൻ ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓപ്ഷൻ പ്രീമിയം ഷാർപ്പായിട്ട് ഡ്രോപ്പ് ആവും. അങ്ങനെയാണെങ്കിൽ ഇത് ഹൈ പ്രോബിലിറ്റി ട്രേഡ് ആയിരിക്കും. അല്ല, സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകണമെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. എനിവേ വെയിറ്റ് ചെയ്യാണ്. ഒന്നീ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് എക്സിറ്റ് ആവും, അല്ലെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് എക്സിറ്റ് ആവും. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം.
ഓക്കെ, മാർക്കറ്റ് സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സൈൻ കാണിക്കുന്നുണ്ട്. ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ വരുന്നുണ്ട്. ക്ലോസിംഗ് എങ്ങനെയാണ് നോക്കാം. ഇനി ഒരു 1 മിനിറ്റ് 20 സെക്കൻഡ്സ് കൂടെ ഉണ്ട്. നല്ല ക്ലോസിംഗ് കിട്ടുവാണെങ്കിൽ മിനിമം മാർക്കറ്റ് ഡേയ്സിലോ ഓപ്ഷൻ പ്രൈസിന്റെ ഡേയ്സിലോ എങ്കിലും ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അത്യാവശ്യം മോശമല്ലാത്ത പ്രോഫിറ്റ് കാണാൻ പറ്റും. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, 1200 പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. 1400, 1500. ഓക്കെ, നല്ല ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം മാർക്കറ്റ് എന്താ നമുക്ക് ഓഫർ ചെയ്യുന്നതെന്ന്. ഓക്കെ, 1600. ഇപ്പോൾ ഇവിടെ ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ജസ്റ്റ് ഡേയ്സിലോ ബ്രേക്ക് ചെയ്ത് ഒരു റെഡ് ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തിട്ടാണ് അത് ഗ്രീൻ ക്യാൻഡിൽ വന്നത്. വിച്ച് മീൻസ് ഇവിടെ സെല്ല് ചെയ്യാൻ ശ്രമിച്ചവരുടെ സ്റ്റോപ്പ് ലോസ് ഏകദേശം ഒക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു നല്ല റെഡ് ക്യാൻഡിൽ കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സെല്ലേഴ്സ് മാർക്കറ്റിൽ അത്രയ്ക്ക് അഗ്രസീവ് അല്ലെങ്കിൽ ഒരു റെഡ് ക്യാൻഡിലൂടെ ഇവിടെ അല്ല ഗ്രീൻ ക്യാൻഡിലൂടെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ CPR ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, കമോൺ നിഫ്റ്റി, കമോൺ, നമുക്ക് സാധിക്കും, കമോൺ. ഓക്കെ, നിയർലി 2000 പ്രോഫിറ്റ് ആയിട്ടുണ്ട്. 1700, 1700. എവിടെ റെസിസ്റ്റൻസ് എടുക്കുമെന്ന് അറിയില്ല. എനിവേ 1:1 കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. കാരണം നോർമലി ഞാൻ 1:1 ട്രേഡ് എടുക്കുന്നത് ഈ ക്യാൻഡിലെ ലോയിലും കിട്ടിയാലാണ്. എനിക്ക് ഈ ക്യാൻഡിലെ ഏകദേശം 50% പോയി എൻട്രി കിട്ടിയിട്ടുണ്ട്. സോ പൊസിഷൻ സൈസിങ് കുറച്ച് കൂടുതൽ പോയിന്റ് ക്യാച്ച് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. നോക്കാം എങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്ന്. എന്തായാലും വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഡബിൾ ബോട്ടം നന്നായി ക്രിയേറ്റ് ചെയ്തിട്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നില്ലെങ്കിൽ പിന്നെ സാധ്യത കുറവാണ്. കാരണം സെല്ലേഴ്സ് അത്രയ്ക്ക് അഗ്രസീവ് ആണെന്നാണ് അത് കാണിക്കുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡബിൾ ടോപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ കാണാം, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടൈം ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നില്ല. അത് ആ ലെവൽ ബ്രേക്ക് ചെയ്ത് പോകാൻ മാർക്കറ്റ് സാധിക്കില്ല. സോ എന്തായാലും നമ്മുടെ ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ സിസ്റ്റത്തിൽ വെയിറ്റ് ചെയ്യണം. ഓക്കെ, 1000 ആയിരുന്നു 2000 രൂപ പ്രോഫിറ്റ് കാണിച്ചത്. ഇപ്പോൾ 1000 വന്നിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. $60. എന്തായാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. മാർക്കറ്റ് ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകാം. ഓപ്ഷൻ പ്രൈസിൽ നിഫ്റ്റിയിലൊരു റെഡ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഏത് സൈഡിലോട്ട് മൂവ് ചെയ്താലും ഒരു വലിയ മൂവ്മെന്റിനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യാണ്. സോ നമ്മൾ പേടിക്കാനൊന്നുമില്ല. ചെറിയ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ്. പക്ഷെ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ഇല്ലാതെ നിഫ്റ്റി പോകുന്ന ദൂരത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഏത് നിമിഷം വേണോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാം. ഓക്കെ, നിയർലി 2000 വന്ന ട്രേഡാണ്. അതായത് 1:1 അടുപ്പിച്ച് കിട്ടിയ ട്രേഡാണ്. ഇപ്പോഴും 1:1 മുകളിലാണ് നമ്മുടെ പ്രോഫിറ്റ്. ഓക്കെ, അത് ബുക്ക് ചെയ്യാമെന്ന് തോന്നുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് കണ്ടിട്ട്
അത്ര സാറ്റിസ്ഫൈങ് അല്ല. ഏത് നിമിഷം ഒരു ഷാർപ്പ് മൂവ്മെന്റ് നിഫ്റ്റിയിലും പ്രതീക്ഷിക്കാമെന്നോ? ഓക്കെ, 1:1. ബാങ്ക് നിഫ്റ്റി ഡേയ്സ് ലോ ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഗ്രീൻ ക്യാൻഡിൽ ഈ റെഡ് ക്യാൻഡിൽ കണ്ടിട്ട് കുറച്ച് പേര് ചാടിക്കയറും. അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് മുകളിലോട്ട് വരുമോന്ന് അറിയില്ല. കാരണം മൾട്ടിപ്പിൾ ടൈംസ് ഡേയ്സ് ലോ ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഇവിടെ നിഫ്റ്റിയിലായാലും 1, 2, 3 തവണ ടച്ച് ചെയ്തു. ഇവിടെ നോക്കിയാൽ കാണാം 1, 2, 3 മൂന്നാമത്തെ തവണ ടച്ച് ചെയ്യാനാണ് വരുന്നത്. സോ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ പ്രീമിയത്തിൽ നല്ലൊരു സ്പൈക്ക് ഉണ്ടാവുകയും നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ പ്ലാനിനനുസരിച്ച് വെയിറ്റ് ചെയ്യാണ്. മാർക്കറ്റ് ഇങ്ങനെ പലതും കാണിക്കും, നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ബി വിത്ത് ദ പ്ലാൻ. ഓക്കെ, ഇപ്പോ നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അനലൈസ് ആണ് പറയുന്നത്. നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. വ്യക്തമായ ഒരു ഇത് കിട്ടാതെ ഞാൻ എക്സിറ്റ് ചെയ്യില്ല. എന്നാലും ഞാൻ അനലൈസ് ചെയ്യുന്നത് ഓക്കെ, ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. സോ അത് ബ്രേക്ക് ചെയ്തിട്ട് ഒരു മൊമെന്റം കാണിക്കേണ്ട സാധ്യതയുണ്ട്. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയും അത്യാവശ്യം ബിയറിഷ് സെന്റിമെന്റ് ആണ് കാണിക്കുന്നത്. ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണിച്ചെങ്കിലും അത് ചെറുതായിട്ട്, അതായത് ഈ ക്യാൻഡിൽ ഷോർട്ട് ചെയ്തവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വലുതായിരിക്കും. അവരെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രീൻ ക്യാൻഡിലും ഈ സ്പൈക്കോ കാണിക്കുന്നത്. മാർക്കറ്റ് അൾട്ടിമേറ്റ്ലി താഴോട്ട് തന്നെ പോകുമെന്നാണ് ഞാൻ താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. എന്തായാലും വെയിറ്റ് ചെയ്യാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അഥവാ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതൊരു ഷാർപ്പ് മൂവ് ആയിരിക്കും. ഒരു അപ്സൈഡിലും ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് പോകുന്ന ഷാർപ്പ് മൂവ്മെന്റ് ആയിരിക്കും. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് 60 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, ഒരു 50 ഒക്കെ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്.
ദെൻ നമുക്കൊരു 50 സിസ്റ്റത്തിൽ ടാർഗറ്റ് വെച്ച് വെയിറ്റ് ചെയ്യാം. 60 വരുവാണെങ്കിൽ എക്സിറ്റ് ചെയ്യുന്നതിനായിട്ട് ആലോചിക്കാം. അതായത് സിസ്റ്റത്തിൽ ഒരു 50 വെക്കാം. ചിലപ്പോൾ ഒരു സ്പൈക്കിൽ കിട്ടുവാണെങ്കിൽ അത് കളയണ്ടല്ലോ. ഓക്കെ, ഒരു 20 പോയിന്റ്സ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആവും. വെയിറ്റിംഗ്. ട്രേഡ് എടുത്തിട്ട് 10-20 എത്ര സമയം എത്രയായി? 11:45, അരമണിക്കൂറായി. സ്റ്റിൽ വെയിറ്റിംഗ് ആണ് ടാർഗറ്റിന് വേണ്ടി. ഓക്കെ, മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഡേയ്സ് ഹൈ ടച്ച് ചെയ്യാനാണ് സാധ്യത. അഥവാ അല്ല, ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഡേയ്സ് ഹൈ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയാണ് ഒരു ഡൗട്ടായിട്ട് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയും കൂടെ നല്ലൊരു മൊമെന്റം തരികയാണെങ്കിൽ പൊളിച്ചേനെ. ഓക്കെ, വീണ്ടും റെഡ് ക്യാനിലാണ് ട്രെൻഡ് ലൈനിലൊന്ന് വരുന്നത്. എന്ത് സംഭവിക്കും? എനിക്ക് തോന്നുന്നത് സ്റ്റോപ്പ് ലോസിനെ പ്രോഫിൽ ട്രയൽ ചെയ്യാന്നാണ്. ഈ ഒരു ലെവലിലേക്ക് ട്രയൽ ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ആയിരിക്കും. 88, അപ്പോഴേക്കും 5 പോയിന്റ് പ്രോഫിലായിരിക്കും. അല്ല, 6-7 പോയിന്റ്. ഓക്കെ, ദാറ്റ്സ് എ ബെറ്റർ ഡിസിഷൻ. നമുക്കിത് മോഡിഫൈ ചെയ്തൊരു 87 പ്ലേസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ട്രേഡിൽ ഇനി 0 റിസ്ക് ആണ്. റിസ്കേ ഇല്ല. എങ്ങനെ ക്ലോസ് ചെയ്താലും പ്രോഫില്ലായിരിക്കും. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ എ ബിഗർ ടാർഗറ്റ്. കിട്ടുമെന്ന് തോന്നില്ല, എന്നാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ആൾസോ റിവേഴ്സിംഗ്. നിഫ്റ്റി റിവേഴ്സലിന്റെ സൈൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്സൈഡ് ബ്രേക്ക്ഔട്ട് ഫേക്ക് ചെയ്തിട്ട് താഴേക്ക് വരും. അപ്പൊ ഡൗൺ സൈഡ് ബ്രേക്ക്ഔട്ട് പോസിബിലിറ്റീസ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസിന്റെ തൊട്ടടുത്തെത്തി. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഓർഡർ ക്യാൻസൽ ചെയ്യാം. യെസ്. ഓക്കെ, നമ്മൾ കോസ്റ്റ് ആയിട്ട് ഈ ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. 1:1 എബോ വന്ന ട്രേഡാണ്. ഇറ്റ്സ് ഓക്കെ. മാർക്കറ്റിൽ നല്ലൊരു ഷാർപ്പ് ഫോൾ വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.